നമസ്കാരം. ഒരു കാർ വാങ്ങണം എന്ന ഒരു ആഗ്രഹം നമ്മളിൽ പലർക്കും ഉണ്ടാകും. ചില ആളുകൾ ആ ആഗ്രഹത്തിന്റെ തൊട്ട് അടുത്തായിരിക്കും, ചില ആളുകൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഏത് കാർ വാങ്ങണം, എങ്ങനെ കാർ വാങ്ങണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് കാർ വാങ്ങാൻ വേണ്ടി പണം സ്വരൂപിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകും. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കാർ വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് അവർ കാർ വാങ്ങുന്നത്. അതിന്റെ കോൺസിക്വൻസസും അല്ലെങ്കിൽ പരിണിത ഫലങ്ങളും അവർ പലപ്പോഴും അനുഭവിക്കേണ്ടതായിട്ടും വരാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വാലിഡേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കാർ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ നീഡും യൂസേജും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ ഏത് ആവശ്യത്തിനായിട്ടാണ് പ്രധാനമായും കാർ വാങ്ങുന്നത്, അതുപോലെ തന്നെ എന്ത് ഉപയോഗമാണ് അതിലുണ്ടാകുന്നത് എന്നീ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ കാർ വാങ്ങുന്നത് ദിവസേന യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റു ചില ആളുകൾ കാർ വാങ്ങുന്നത് ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടാണ്. അതായത് എൻ്റെ നെയ്ബറിന് ഒരു കാറുണ്ട്, അതുകൊണ്ട് എനിക്കും ഒരു കാർ വേണം, എൻ്റെ ഒരു ബന്ധുവിനൊരു വണ്ടിയുണ്ട്, എനിക്കും ഒരു വണ്ടി വാങ്ങണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതല്ലാതെ ഡെയിലി ഓഫീസിൽ പോകുന്നതിനായിട്ട് ഒരു കാർ കൂടിയേ തീരൂ, അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്നതിൽ റിസ്ക് അധികമാണ്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ കംഫർട്ടല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തും കാർ വാങ്ങും. സോ നിങ്ങളുടെ നീഡ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ യൂസേജ് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഒരു കാർ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾ ദിവസേന എത്ര കിലോമീറ്റർ ഓടാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ ആ വണ്ടിയും കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ദിവസേന 50 കിലോമീറ്ററോളം ഓടിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് മാർക്കറ്റ് പോകുന്നതിനായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനായിട്ടോ മാത്രമാണോ നിങ്ങൾ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഫ്യൂവൽ ടൈപ്പ് സെലക്ട് ചെയ്യാനും അതുവഴി ഭാവിയിൽ പണം സേവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നു. ഇനി മറ്റൊരു സജഷൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ദിവസേനയുള്ള യാത്ര 20 കിലോമീറ്ററോ അതിൽ കുറവോ ആണെങ്കിൽ ഒരു പെട്രോൾ വാഹനമായിരിക്കും ഏറ്റവും വാങ്ങാൻ ഉചിതമായിട്ടുള്ളത്. കാരണം CNG വാഹനങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ആണെങ്കിലും അതിന്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് പെട്രോൾ വെഹിക്കിളിനേക്കാളും. ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ദിവസേന 20 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു 13 മുതൽ 15 വരെ കിലോമീറ്റർ മൈലേജ് തരുന്ന ഒരു വാഹനം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് 50 മുതൽ 55,000 വരെ രൂപയായിരിക്കും നിങ്ങൾ പെട്രോളിനായിട്ട് ഒരു വർഷം ചിലവാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി കമ്മ്യൂട്ടേഷൻ ലോങ് ഡിസ്റ്റൻസിലല്ല എന്നാണെങ്കിൽ ഡീസൽ ഓപ്ഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം 1 മുതൽ 2 ലക്ഷം രൂപ വരെ ഒരു വർഷം ഫ്യൂവലിനായിട്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾ ചെലവാക്കേണ്ടി വരും. ഇത് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ആദ്യമായി കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഡിഫറെന്റ് ബോഡി ടൈപ്സ് നോക്കുക എന്നുള്ളതാണ്. വാഹനത്തിന്റെ ബോഡി ടൈപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യവും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ സിറ്റി ഡ്രൈവ് ആണ് പ്രധാനമായും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹാച്ച് ബാക്ക് ബോഡി ടൈപ്പുകളായിരിക്കും കൂടുതൽ സ്യൂട്ട് ആയിട്ടുണ്ടാവുക. കാരണം ഇത് കോമ്പാക്റ്റ് ആണ്, അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസിയാണ് ഹാച്ച് ബാക്ക് ബോഡി ടൈപ്പുകൾ. അതുപോലെ തന്നെ വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് ഒരു ദിവസം കവർ ചെയ്യേണ്ടതെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് കുറവാണെങ്കിൽ പോലും ഹാച്ച് ബാക്ക് ബോഡി ടൈപ്പുകളാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ചെറിയ ഫാമിലി ഔട്ടിങ്ങുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ദൂരയാത്രകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിനാണ് നിങ്ങൾ പ്രധാനമായും കാർ വാങ്ങുന്നത് എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, സെഡാൻ മോഡലായിരിക്കും അല്ലെങ്കിൽ സെഡാൻ ബോഡി ടൈപ്പുകളായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. കാരണം കംഫർട്ട് ആയിട്ടുള്ള ഒരു യാത്രാ അനുഭവം സെഡാൻ ബോഡി ടൈപ്പുകൾ നിങ്ങൾക്ക് നൽകുന്നു. SUV അല്ലെങ്കിൽ MPV ബോഡി ടൈപ്പുകൾ ഉള്ള വാഹനങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷൻ നിങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ സീറ്റിംഗും കംഫർട്ട് ആയിരിക്കും, കൂടാതെ കൂടുതൽ ലെഗ് സ്പേസും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഡെയിലി ഓഫീസിൽ പോകുന്ന ഒരു ആവശ്യത്തിനാണ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ SUV പോലുള്ള വണ്ടികൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് സ്ഥിരമായി ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഓഫ് റോഡാണ് അവിടെ കൂടുതൽ എങ്കിൽ SUV പോലെയുള്ള ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ നല്ലത്. ആദ്യമായി കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ്, അതുകൂടാതെ ഓണർഷിപ്പ് കോസ്റ്റ് എന്നീ കാര്യങ്ങളാണ്. സോ അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യം, നിങ്ങൾ എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? നമുക്കറിയാം, ഒരു കാർ വാങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തും. വെബ്സൈറ്റിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ റിസർച്ചുകൾ നടത്തും. ഈ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തുക മാത്രമാണ്, അല്ലെങ്കിൽ വില മാത്രമാണ്. ഇതിന്റെ RTO ചാർജ്, ഇൻഷുറൻസ്, റോഡ് ടാക്സ് എല്ലാം കൂടി വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ഷോറൂം പ്രൈസിൽ നിന്നും വളരെ വളരെ കൂടുതലായിരിക്കും. സോ അതിന് കണക്കായിട്ട് വേണം നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ടാണ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
നിങ്ങളുടെ വരുമാനത്തിൻ്റെ 25% കൂടുതൽ ആ കാർ ലോണിൻ്റെ EMI ആയിട്ട് പോകാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് ശമ്പളം പ്രതിമാസം ലഭിക്കുന്നതെങ്കിൽ 25,000 രൂപയോ അതിൽ കുറവോ ആയിരിക്കണം നിങ്ങളുടെ കാർ ലോണിന്റെ EMI എന്ന് പറയുന്നത്. സോ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് പഴയ കാർ വാങ്ങണോ പുതിയ കാർ വാങ്ങണോ എന്ന ഒരു കാര്യം തീരുമാനിക്കുക എന്നുള്ളതാണ്. ഷുഡ് ഐ ബൈ എ ന്യൂ കാർ ഓർ എ യൂസ്ഡ് കാർ? ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മളൊരു പുതിയ കാർ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ കാർ വാങ്ങുന്നതിന്റെ ഒരു പുതുമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങളൊരു പുതിയ കാർ ബുക്ക് ചെയ്യുന്ന സമയം തൊട്ട് അതിൻ്റെ വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാർ എന്ന് പറയുന്നത് ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. നിങ്ങൾ വൺസ് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോറൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുന്ന സമയം മുതൽ അതിൻ്റെ വില കുറഞ്ഞു വരുന്നു. നിങ്ങൾ 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കാറിൻ്റെ മൂല്യം എങ്കിൽ നിങ്ങളത് ഷോറൂമിൽ നിന്ന് വാങ്ങി പുറത്ത് കൊണ്ടുവരുന്ന സമയം തൊട്ട് ആ 10 ലക്ഷത്തിൽ നിന്നും കുറവായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പുതിയ കാർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ നിർബന്ധമില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ, യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ബൈയിങ് എ യൂസ്ഡ് കാർ. നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക്കിന്റെ സഹായത്തോടു കൂടി മാത്രം ഒരു കാർ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ തീർച്ചയായും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനെയും കൊണ്ട് മാത്രം ആ കാർ വാങ്ങാൻ പോവുക എന്നുള്ളതാണ്. ഫീച്ചർ ആൻഡ് സേഫ്റ്റി, ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായി കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ ആദ്യമായി കാർ വാങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അതിന്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. പക്ഷേ ഈ ഫീച്ചറുകൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല. ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള ഫീച്ചറുകൾ കാറുകൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്ത പലരും കൊണ്ടുവരാറുണ്ട്. സോ ആ ഒരു ചിന്ത മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു എമൗണ്ട് തന്നെ ഈ ഇനത്തിൽ സേവ് ചെയ്യാം. എനിക്ക് ആവശ്യമുള്ള ഫീച്ചർ മാത്രം മതി, എനിക്കൊരു സൺറൂഫ് ഉള്ള കാർ ആവശ്യമില്ല, അല്ലെങ്കിൽ എൻ്റെ കാറിന് ഈ ഒരു ഫീച്ചർ എനിക്ക് ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫീച്ചറിന്റെ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. സോ ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സേഫ്റ്റിയിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള എയർ ബാഗുകൾ ഉണ്ട് വണ്ടിക്ക് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ABS ഉള്ള വണ്ടിയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ട്രാക്ഷണൽ കൺട്രോൾ, റിയൽ പാർക്കിംഗ് സിസ്റ്റം പോലും ഇന്ന് കാറുകൾക്ക് വളരെ സേഫ്റ്റി നൽകുന്ന ഒരു മെഷർമെന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വാഹനമാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ വാഹനത്തിന്റെ ക്രാഷ് ടെസ്റ്റ് സേഫ്റ്റി റേറ്റിംഗ്സ് എത്രയാണ് എന്നുകൂടെ നോക്കാൻ ശ്രദ്ധിക്കണം. ഫ്യൂൽ ടൈപ്പ് റിക്വയർമെന്റ് ആണ് അടുത്ത പോയിന്റ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റിനെയും അതുപോലെ തന്നെ ബഡ്ജറ്റിനെയും അനുസരിച്ചിരിക്കും ഏത് ഫ്യൂൽ വാഹനമാണ് നിങ്ങൾ വാങ്ങേണ്ടത് എന്നത്. പെട്രോൾ കാറുകൾക്ക് പ്രൈസ് കുറവാണെങ്കിലും അതിന്റെ മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെ ഡീസൽ കാറുകൾ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് തരുന്നു, പക്ഷേ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് CNG ആണ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള CNG ഓപ്ഷൻ ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ CNG സ്റ്റേഷനുകൾ ഫില്ല് ചെയ്യാനുള്ള CNG സ്റ്റേഷനുകൾ കുറവായത് കൊണ്ട് തന്നെ ഇത് അധികം ആരും ഓപ്റ്റ് ചെയ്യാറില്ല. EV അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെഹിക്കിളുകളാണ് അടുത്ത ഓപ്ഷൻ. പക്ഷേ നമുക്ക് ചാർജിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അത്ര അങ്ങോട്ട് സുലഭമല്ല. അതുകൂടാതെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഏത് ഫ്യൂൽ ടൈപ്പ് കാറാണ് വാങ്ങാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഫ്യൂൽ ടൈപ്പ് വാഹനം വാങ്ങിയാൽ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യം നടക്കുമോ, നമ്മൾ ഏത് ആവശ്യത്തിനാണ് വണ്ടി വാങ്ങുന്നത് ആ ആവശ്യം കൃത്യമായിട്ട് നിറവേറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ച ശേഷം മാത്രം വാങ്ങുക. അത് ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങളുടെ നാട്ടിലില്ല എന്നാണെങ്കിൽ ആ വാഹനം വാങ്ങുന്നത് നിങ്ങൾക്കൊരു ബർഡൻ ആയിരിക്കാം. അതുപോലെ തന്നെ CNG വാഹനം വാങ്ങി പക്ഷേ ഗ്യാസ് സ്റ്റേഷനുകൾ കുറവാണ് എന്ന സാഹചര്യമാണെങ്കിൽ അതും ബുദ്ധിമുട്ടായേക്കാം. ഇനി ആദ്യമായി ഒരു കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ കാറിന്റെ റീസെയിൽ വാല്യൂ എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങളൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നു കുറച്ച് വർഷത്തിന് ശേഷം ഈ വാഹനം മാറ്റി അടുത്ത ഒരു കാർ ഞാൻ വാങ്ങണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാറിന്റെ റീസെയിൽ വാല്യൂ നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്യൂവൽ എഫിഷ്യൻസി, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, അതുപോലെ തന്നെ കാറിന്റെ കണ്ടീഷൻ, ഈ കാര്യങ്ങളെല്ലാം റീസെയിൽ ചെയ്യുന്ന സമയത്ത് മാറ്റർ ആവുന്ന ഒരു കാര്യമാണ്. നല്ല ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല സർവീസ് നെറ്റ്വർക്ക് തരുന്ന ഒരു ബ്രാൻഡ് വാങ്ങുക എന്ന കാര്യമാണ് നിങ്ങൾ റീസെയിലാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു കാർ വാങ്ങി പക്ഷേ ആ കാറിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ നല്ല സർവീസ് അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ കാർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടപ്പെടും. സോ നിങ്ങളൊരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ആ കാർ വാങ്ങിയ ആരെങ്കിലും നിങ്ങളുടെ സർക്കിളിലുണ്ടോ, നിങ്ങൾക്ക് പരിചയത്തിലുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയുണ്ട് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഗൂഗിളിലും യൂട്യൂബിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവൈലബിൾ ആയിരിക്കും. എവിടെയൊക്കെ സർവീസ് സെന്ററുകൾ ഉണ്ട്, അവർ നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ വാഹനം കേടുകൂടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ ഈ സർവീസ് സെന്ററുകൾ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അഡീഷണൽ മെയിൻറ്റെയിൻ കോസ്റ്റ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കാർ വാങ്ങുക എന്ന് മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നതും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എക്സ്പെൻസ് എത്രത്തോളം കുറക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മെയിൻ്റെനൻസിനായിട്ട് അധികം തുക ചെലവഴിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. സോ നിങ്ങൾ വാങ്ങാൻ പോകുന്ന കാറിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇനത്തിൽ കുറച്ച് തുക നിങ്ങൾക്ക് ലാഭിക്കാം. സോ അവസാനത്തെ പോയിന്റ്, നിങ്ങൾ ഒരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈനൽ നെഗോസിയേഷനും നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ ചുമ്മാ ജസ്റ്റ് പോയി അത് വാങ്ങിച്ചിട്ട് വരുന്നതിന് പകരം അത് കൃത്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അത് എല്ലാ കണ്ടീഷനിലും ഓടിക്കാൻ പ്രാപ്തമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ കാറ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ. നിങ്ങൾ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതായത് കംഫോർട്ട് കൃത്യമായിട്ടുണ്ടോ, ലെഗ് സ്പേസ് ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെഡ് സ്പേസ് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഹൈറ്റിന് കണക്കായിട്ട് തന്നെയാണോ കാറിൻ്റെ റൂഫ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ സ്ട്രെസ് എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ പ്രൈസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരു ഡീലർ മാത്രം അല്ലാതെ മൾട്ടിപ്പിൾ ഡീലേഴ്സുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഷോറൂമിൽ മാത്രമല്ല മറ്റൊരു ഷോറൂമിലും കൂടെ പോയി അന്വേഷിക്കുക. നിങ്ങളുടെ പരിസരത്തുള്ള 4-5 വ്യത്യസ്ത ഡീലർമാരുമായി സംസാരിച്ച് ആരാണോ ഏറ്റവും നല്ല പ്രൈസ് തരുന്നത് അവരിൽ നിന്ന് മാത്രം കാർ വാങ്ങുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു തുക ലാഭിക്കാൻ സാധ്യമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ഒരു കാർ വാങ്ങാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും കാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് മൈൻഡ് അല്ലാതെ കുറച്ച് പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. സോ തീർച്ചയായും നിങ്ങൾ കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ലോൺ എടുക്കാതെ എങ്ങനെ കാർ വാങ്ങാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾക്ക് ബോസ്വാല ചാനലിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bosswala. Be the boss.